ഹലോ അസ്സലാമു അലൈക്കും. അപ്പൊ എല്ലാവർക്കും ഐഷൽ മേക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് നല്ല കോട്ടണിൽ വരുന്ന ഷോൾ വിത്ത് മേക്സിയാണ്. ലൈൻസ് ആണ് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറായ 89 210 89 804 എന്നുള്ള നമ്പർക്ക് മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഞാൻ ഇന്നലെ വെറുതെ ഇൻസ്റ്റഗ്രാമിന്റെ മെസ്സേജ് നോക്കിയപ്പോൾ ഒരുപാട് മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട്. ഞാൻ അതിന്റെ ഒരു താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടാകും. ആ നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത്. ഞാൻ ഇൻസ്റ്റഗ്രാമിലെ മെസ്സേജ് ആരും നോക്കാറില്ല. അപ്പൊ നമ്മൾ വാട്സപ്പ് നമ്പർക്കാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് നല്ല ഷോൾ വിത്ത് മാക്സിയാണ്. 340 റേറ്റ് വരുന്നത്. ഞാൻ ഇത് 350 സെയിലാക്കിയിരുന്നതാണ്. ഇപ്പൊ 340. അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം എടുക്കുക. പിന്നെ നമ്മൾ 380 അന്ന് കൊടുത്തിട്ട് ഇപ്പൊ പിന്നെ 340 ആക്കി നമ്മൾ കൊറിയർ ചാർജ് വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് കംപ്ലൈന്റ് ആണ്. മറ്റുള്ള ചാനലേര് കൊറിയർ ചാർജ് വാങ്ങിക്കണില്ലല്ലോ, 2 എടുത്താൽ ഫ്രീ ആണ്, 3 എടുത്താൽ ഫ്രീ ആണ് പറയുന്നുണ്ട്. പക്ഷെ നമ്മള് ഓരോരുതായിട്ടുള്ള തീരുമാനത്തിലാണ് അവരത് കൊണ്ടുപോകുന്നത്. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഇതിലാണ്. അപ്പോ അപ്പൊ ഇതാട്ടോ, ഇതാണ് 56. അപ്പൊ ഞാൻ ഫസ്റ്റ് മുതലേ, അതായത് കൊറോണ സമയം മുതലേ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്ത ആ 2 വീണ്ടും തുടങ്ങിയ സമയത്തിന് നമ്മൾ പോസ്റ്റ് ചാർജ് വാങ്ങിക്കുന്നുണ്ട്. അന്നും അധികം 40 തന്നെ വാങ്ങിക്കുന്നത്, ഇന്നും 40 തന്നെ വാങ്ങിക്കുന്നത്. അതില് യാതൊരു കൂടുതലും ഇല്ല, കുറഞ്ഞിട്ടും ഇല്ല. അപ്പൊ അതിന് ഇനിയിപ്പോ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. വെയിറ്റിനനുസരിച്ച് കൊറിയർ ചാർജ് വരും. അത് നമ്മൾ ഇന്നും അതിൽ യാതൊരു ഡിസ്കൗണ്ടും ചെയ്തിട്ടില്ല. അപ്പോ ആവശ്യമുള്ളവർ എടുക്കുക. ഒരു പീസ് എടുക്കുന്ന സമയത്ത് 40 രൂപയാണ്. പിന്നെ എത്ര പീസ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ ഫ്രീ തരുന്നുണ്ട് പറഞ്ഞാല് നിങ്ങൾക്ക് അവിടെ നിന്നാണ് ലാഭം തോന്നിയാൽ അവിടെ നിന്ന് എടുക്കാം. അപ്പൊ ഇതാകണം കേട്ടോ. 340 രൂപയാണ് റേറ്റ് വരുന്നത്. 380 ഞാൻ ഷോൾ നമ്മളെ മുന്നത്തെ 2 വർഷം മുന്നത്തൊക്കെ വീഡിയോസ് എടുത്തു വയ്ക്കല്. കാരണം ആ കടയിൽ നിന്ന് അവിടെ നിന്ന് നമ്മൾ 380 പ്ലസ് ഷിപ്പിംഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അതിനേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യണോണ്ടും പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൊറിയർ ചാർജ് വാങ്ങിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ 340 വെച്ച് 40 രൂപ കൊറിയർ ചാർജ്. ഈ 40 ഞാൻ ഒരിക്കലും എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ടല്ല, അത് പോസ്റ്റ് ഓഫീസിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിന്റെ പിന്നിൽ ഒരുപാട് റിസ്ക് ഉണ്ട്. ഈ 40 ഇതിപ്പോ ഞാൻ 380 പറഞ്ഞ് പ്ലസ് 40 പറഞ്ഞാലും നമ്മളെ പഴയ കസ്റ്റമർ ആണെങ്കിൽ അവർ വീണ്ടും എടുക്കും, നമ്മളവിടുന്ന് എടുക്കാറുണ്ട്. പിന്നെ നമുക്ക് ഇത് ട്രാൻസ്പെറന്റ് കവർ വാങ്ങിക്കണം, അതുപോലെ തന്നെ പാർസൽ കവർ വാങ്ങിക്കണം. പിന്നെ അതിന്റെ പുറത്ത് ഇവിടുന്ന് ഓട്ടോക്ക് പോകണം. രാവിലെ ഒന്ന് കൊണ്ടുപോയിട്ടാൽ ഒരു 2:30-3 മണിയാകുമ്പോൾ വീണ്ടും ഒന്ന് പോകണം. അപ്പൊ ഈ ചാർജൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതുമൊന്നൊരു പ്രോഫിറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് അത് ഇന്നും കൂടി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ മറ്റുള്ളവർ അത് ചെയ്യണില്ലേ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മാക്സിക്ക് ഹോൾസെയിലിൽ നല്ല റേറ്റ് വരുന്നുണ്ട്. അല്ലാതെ നമ്മള് കുറഞ്ഞ റേറ്റിലുള്ളതോ അല്ല അങ്ങനെ കൊടുക്കണില്ല എന്നല്ല. നമ്മൾ 299 റുപ്യക്ക് 5 രൂപ മാത്രം ലാഭം എടുത്തിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ആ സമയത്ത് നമ്മൾ 280 പീസ് ഈ ഒരു സെയിം പ്രിന്റ് 280, 300 ഒക്കെ ആയിട്ട് അങ്ങനെ കൊണ്ടുവരും. ആ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് അത് പെട്ടെന്ന് സെയിലായി പോയിക്കോട്ടെ എന്നുള്ള നിലക്ക് നമ്മൾ അങ്ങനെ നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ വരുന്ന മെസ്സേജ് കൂടുതലും അവിടുന്ന് 3 എടുത്താൽ ഫ്രീ ഡെലിവറിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ 3 എടുത്താൽ സിംഗിൾ മാക്സി 3 ആണെങ്കിൽ 60 രൂപയും ഷോൾ മാക്സി ഒക്കെ ആണെങ്കിൽ 3 4 80 രൂപയും വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരു പ്രിന്റ് വരുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളി. അപ്പോൾ ഇതിന് തിരക്കൂടാനായിട്ട് വരുന്ന ചില ആൾക്കാരുണ്ട്. തിരക്കൂടെ വെച്ചാൽ ഈ കൊറിയർ സാധനങ്ങൾ നമ്മളോട് ഫോട്ടോ അയച്ചേരി, ആ ഫോട്ടോ അയച്ചേരി, ഈ ഫോട്ടോ അയച്ചേരി, മറ്റേ ഫോട്ടോ അയച്ചേരി, ഇതിലേതൊക്കെ പ്രിന്റ് ഉണ്ട്, അതിലേതൊക്കെ പ്രിന്റ് ഉണ്ട് എന്ന് പറഞ്ഞ് ലാസ്റ്റ് നമ്മളോട് കൊറിയർ ചാർജിന്റെ പേരിൽ ഇതാക്കി പോകും. അപ്പൊ അതുകൊണ്ട് ആദ്യമേ പറയാണ്, നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും എടുക്കുക. റേറ്റ് വരുന്നത് ഇതിന്റെ ഇതിൽ വെയിറ്റിനനുസരിച്ച് കൊറിയർ ചാർജും. അതായത് 42 കേട്ടോ കൊറിയർ ചാർജ്. സ്റ്റാർട്ടിങ് പോസ്റ്റ് ഓഫീസിൽ ചോദിച്ചാൽ അറിയാം 42. അപ്പോൾ നമ്മൾ 40 വാങ്ങിക്കണുള്ളൂ. ഈ മാക്സി വരുന്നത് 56 ലെങ്ത്. ആദ്യം പറയേണ്ട അവസാനം 56 ലെങ്ത്. അതുപോലെ തന്നെ 48 ചെസ്റ്റ് വീതിയാണ് കേട്ടോ വരുന്നത്. അപ്പൊ ഇതാണ്. പിന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് നിങ്ങൾ അയച്ചു തരണം കേട്ടോ. ഞാൻ ഒരിക്കലും ഇനി ഫോട്ടോ സെൻഡ് ചെയ്ത് തരൂല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ
എനിക്ക് ഇത്രയും മാക്സികൾ വേണം, ഈ സൈസിൽ ഇത്ര മാക്സി വേണം, ആ സൈസിൽ ഇത്ര മാക്സി വേണം, മറ്റേ സൈസിൽ ഇത്ര മാക്സി വേണം എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് നമ്മൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്ത് മറ്റുള്ള കസ്റ്റമറെ ഓർഡർ നമ്മൾ നോക്കിയത് തന്നെ ഇല്ല. കാരണം ഇത് ബൾക്ക് ക്വാണ്ടിറ്റി ഒന്നിച്ച് പോവുമല്ലേ വിചാരിച്ചിട്ട് അവർക്ക് ഫോട്ടോ അയച്ച് ഈ ലെവലിക്ക് ഇവിടെ കൂടി. അങ്ങനെ രാത്രി എനിക്ക് കോളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് റെഡിയായോ, ഇത് റെഡിയായോ, അത് റെഡിയാക്കി വെച്ചോ, അതിൻ്റെ അടിയിൽ പോസ്റ്റ് ഓഫീസിൽ പോകണം, അത് എടുക്കണം, ഇത് കൊണ്ടുവരണം, ഒക്കെ പണിയുണ്ടാവും. ലാസ്റ്റ് 9:30-10 മണിയായപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഷോപ്പ് അടക്കം വേണം, നിങ്ങളത് കൺഫേം ആണെങ്കിൽ പറയട്ടോ പറഞ്ഞു. ആ കൺഫേം ആണെന്ന് പറഞ്ഞിട്ട് എമൗണ്ട് പറഞ്ഞേക്ക് ഒരു പറഞ്ഞു എനിക്ക് അതിൻ്റെ നേർപകുതി ഒന്ന് ആക്കി തരുമോ ചോദിച്ചു. അതിൻ്റെ നേർപകുതി അത്ര നേരം നമ്മൾ മറ്റുള്ള കസ്റ്റമർ മെസ്സേജ് പോലും നോക്കാതെ നിന്ന് നമ്മളോട് ഒരു പറഞ്ഞു. ഇത് കണ്ടില്ലേ, രസമല്ലേ, പ്ലെയിനാണ് ഷോള് 2. അപ്പോൾ അവർ പറഞ്ഞു നേർപകുതിയാക്കി തരുമോ വെച്ചു. ആ നേർപകുതിയാക്കി കൊടുത്തു. വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, അത് പകുതിയാക്കി അവരോട് പറഞ്ഞേക്ക്. അവർ പറഞ്ഞു എൻ്റെ കയ്യിൽ അത്ര എമൗണ്ട് ഇല്ല എന്ന്. നിങ്ങൾ കേൾക്കണം, ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു കസ്റ്റമറുടെ കൂടെ നമ്മൾ ഫോട്ടോ അയച്ചു കൊടുത്ത് എല്ലാതും അവർക്ക് ഇത് തുടങ്ങാനാണ് പറഞ്ഞിട്ട് നിന്നിട്ട് വൈകുന്നേരം ആവുമ്പോൾ അവർ നമ്മളോട് പറയണ നമ്മളടുത്ത്. അപ്പം അന്നത്തെ ദിവസം നമ്മളതാണ് പോയി കിട്ടി. നമ്മളെ മനപ്രകാരം എന്താ വെച്ചാൽ അവർക്ക് അറിയാം ഈ നമ്മളങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളല്ലേ അതേപോലെ തന്നെ ഒന്നും പറയില്ല എന്നുള്ളത് കൊണ്ട് ആയിരിക്കും അങ്ങനെ കാണിക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പൊ ഞാന് പറയാ അങ്ങനത്തെ ആൾക്കാരെ ഞാൻ പിന്നെ ഒരു എന്താ കേട്ടോ ബ്ലോക്ക് ചെയ്ത് പോകും. അതേമാതിരി ഉണ്ട് കടയിൽ ചില ആൾക്കാർ വരുന്ന സമയത്ത് ഞങ്ങൾ നോക്കാൻ വന്നതാ പറയും. ഞങ്ങൾ ഇവര് പറഞ്ഞു നോക്കാൻ വന്നതാണ് എന്നിട്ട് കംപ്ലീറ്റ് വലിച്ചിട്ടിട്ട് ഒരു ഇറങ്ങിപ്പോക്കൾ പോകും. ചിലപ്പോൾ പറയും നിങ്ങൾ പറയും മെസ്സേജിന് റിപ്ലൈ ഇല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? അപ്പൊ ഞാനിപ്പോ മിഞ്ഞാന്നേരം ഒരു കസ്റ്റമർ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനത്തെ മാക്സി ഇല്ലേ ഉണ്ട് പറഞ്ഞു. ഇതൊക്കെ തള്ളാരെ പുള്ളിയാണ് പറഞ്ഞു. അടുത്ത മാക്സി കാണിച്ചു കൊടുത്തു. ഇതും എന്നോട് പറഞ്ഞു കുട്ടികളിടുന്ന പുള്ളി ഇല്ലേ ചോദിച്ചു. അപ്പൊ ഞാൻ ഒറ്റക്ക് ഒന്നാമത് ഇവിടെ പാർസൽ 2 മാറി അതിന്റെ ടെൻഷനിൽ നിൽക്കുന്ന സമയത്താണ് അതിനോട് ചോദിച്ചു കുട്ടികളിടുന്ന മാക്സി ഇല്ലേ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനത്തെ മാക്സികൾ തന്നെ സെയിലാക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു വീണ്ടും എങ്ങനത്തെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു. അപ്പൊ കുട്ടികളിടുന്ന പുള്ളി മാക്സികളാണ്. ഞാൻ പറഞ്ഞത് ഈ മാക്സികൾ തന്നെയല്ലേ എനിക്കറിയില്ല കേട്ടോ. നിങ്ങളൊക്കെ ഈ തള്ളാരും മാത്രല്ലല്ലോ ഇപ്പൊ ഈ കല്യാണം കഴിഞ്ഞ ഉടനെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ പ്രഗ്നന്റ് ആയിരിക്കണ ആൾക്കാരൊക്കെ ഇങ്ങനത്തെ മാക്സികൾ തന്നെയല്ലേ യൂസ് ചെയ്യാൻ എനിക്കറിയില്ല. ഇനി അങ്ങനെ ഏതെങ്കിലും ഒരു മാക്സികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെ കമന്റ് ഇടണം കേട്ടോ. നിങ്ങള് അങ്ങനെ ഏതെങ്കിലും ഒരു മാക്സികൾ ഉണ്ടെങ്കിൽ നമുക്കും നോക്കാലോ. അപ്പൊ നമ്മൾ ആരെയും കുറ്റം പറയില്ല. പക്ഷെ നിങ്ങൾ ഇതിന്റെ പിന്നിലുള്ള കഷ്ടപ്പാടുകൾ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇപ്പൊ ഇവിടെ സ്റ്റാഫുകളും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എന്നിട്ടും ഞാൻ ഇത്രയൊക്കെ ആക്കി വെക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ പർച്ചേസിന് പോകണം. അതിന്റെ ഇടയിൽ അവിടുന്ന് ഒരു മോഡൽ മാക്സി അല്ല, ഒരു ടൈപ്പ് മാക്സി അല്ല, നമ്മൾ എല്ലാതും ചെയ്യണം. 56-ലും 60-ലും ജംബോയിലും ഇതൊക്കെ നമ്മൾ എത്തിക്കണം. അതും പല ബ്രാൻഡിന്റെയും നമ്മൾ ചെയ്യാറുണ്ട്. ഒരു ബ്രാൻഡ് മാത്രമായിട്ട് നമ്മൾ ഇതാക്കലില്ല. അതിന് ഞാൻ വീണ്ടും ഒരിനോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഈ ടൈപ്പ് മാക്സി ഉള്ളൂ, ഇതിലേതെങ്കിലും പിന്നെന്താ വെച്ചാൽ നമ്മൾ കൂടുതൽ വലിച്ചിട്ടാലേ അത് എനിക്ക് തന്നെ പണിയാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ പുതിയ ടൈപ്പ് കുട്ടികളിടുന്ന മാക്സികൾ അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. എനിക്കറിയില്ല. ഞാനിപ്പോൾ ദുബായ് മോഡൽ മാക്സികൾ കണ്ടിട്ടുണ്ട്. ഫ്രോക്ക് മാക്സി ഫസ്റ്റ് നമ്മളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് കൊറോണ സമയത്താണ് ഞാൻ ആദ്യം അടിച്ചിട്ട് അത് ഓർഡർ എടുക്കാൻ തുടങ്ങിയത്. പിന്നെ നമ്മളെ സാഹചര്യങ്ങൾ കാരണം നമ്മളത് നിർത്തി വെച്ചു. അതുപോലെ തന്നെ കഫ്താനും നമ്മളെ വീഡിയോയിൽ ഫസ്റ്റ് നോക്കിയാൽ മതി, അന്ന് നമ്മൾ ചെയ്യൽ തുടങ്ങിക്കണം. പിന്നെ അതിന്റെ ഒരു വീഡിയോ ഉണ്ട് നമ്മൾ പ്രൈവറ്റ് ആക്കി വെച്ചത് ഫസ്റ്റത്തെ. അതുണ്ടപ്പോ പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഡൗൺലോഡ് ആയി കിട്ടാൻ പറ്റും എനിക്കറിയില്ല ഫസ്റ്റത്തെ കഫ്താനുകളൊക്കെ. അപ്പൊ അതുകൊണ്ട്